ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. ബുക്ക് ഓഫ് എക്സഡസ് ചാപ്റ്റർ 32 വേഴ്സസ് 17 and 18. ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട്, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിന് അവൻ, ജയിച്ച് ആർക്കുന്നവരുടെ ഘോഷം അല്ല, തോറ്റു നിലവിളിക്കുന്നവരുടെ നിലവിളിയും അല്ല, പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. പുറപ്പാട് 32-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. ഈ വാക്യങ്ങളുടെ പശ്ചാത്തലം വളരെ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ മക്കളുമായിട്ട് യാത്ര തുടങ്ങി നാളുകൾ കുറേയായി. സീനായി മലയുടെ താഴ്വരയിൽ അവരെത്തിച്ചേർന്നു. മോശയാണ് അവരുടെ നേതാവ്. സഹായിക്കുവാനായിട്ട് യോശുവയുണ്ട്. മഹാപുരോഹിതൻ എന്ന നിലയിൽ അഹ്റോൻ നേതൃസ്ഥാനത്തുണ്ട്. ഇവരിങ്ങനെ യാത്ര ചെയ്ത് സീനായി മലയുടെ താഴ്വരയിൽ എത്തി. സീനായി മലയുടെ താഴ്വരയിൽ എത്തിയപ്പോഴേക്കും യഥാർത്ഥത്തിൽ മിസ്രൈം നാട്ടിൽ നിന്ന് പുറപ്പെട്ടതിനേക്കാൾ വലിയ ഒരു ജനക്കൂട്ടമായിട്ട് അവർ മാറി. അതുകൊണ്ടായിരിക്കും ഈ ഇസ്രായേൽ മക്കളെ ശരിയായ രീതിയിൽ നയിക്കുന്നതിന് ചില പ്രമാണങ്ങളും ചില കൽപ്പനകളും വേണം എന്ന് മോശയിലൂടെ യഹോവ വെളിവാക്കുന്നു. ആ കൽപ്പനകളെ യഹോവയുടെ പക്കൽ നിന്ന് നേടിയെടുക്കുവാനായിട്ട് മോശ സീനായി മലയിലേക്ക് കയറുകയാണ്. നമുക്കറിയാം, 40 ദിനരാത്രങ്ങൾ സീനായി മലയുടെ ഗിരിശൃംഖത്തിൽ അല്ലെങ്കിൽ മുകളിൽ ഏതാണ്ട് നമുക്ക് സാധാരണ ഭാരതീയമായ ഒരു വാഗ്ബീജ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹം ചിലവിട്ടു. 40 നോമ്പിൻ്റെ പല പശ്ചാത്തലങ്ങളിൽ ഒന്ന് ഈ മോശയുടെ സീനായി മലയുടെ മുകളിലുള്ള 40 ദിനരാത്രങ്ങളിലെ നോമ്പും ഉപവാസവുമാണെന്നുള്ളതും നമുക്കറിയാം. ഈ സീനായുടെ ഉയരത്തിലേക്ക് മോശ കയറിയ നേരത്ത് സഹായിയായിട്ട് യോശുവയെ കൂടെ അദ്ദേഹം കൊണ്ടുപോയിരുന്നു. എന്നാൽ സീനായി മലയുടെ ഏതോ ഒരു പ്രത്യേക ഭാഗത്ത് യോശുവയെ നിർത്തിയിട്ട് വീണ്ടും സീനായുടെ മുകളിലേക്ക് മോശ കയറി. പല വ്യാഖ്യാനങ്ങളൊക്കെ ഇതിന് നൽകാൻ സാധിക്കും. മോശയോളം ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കയറുവാനുള്ള ഊർജം അത് കേവലം ശാരീരിക ഊർജം മാത്രമല്ല, ദൈവസന്നിധിയിൽ നിന്ന് നേടിയെടുക്കേണ്ടുന്ന ഊർജം അല്ലെങ്കിൽ ആത്മീക വളർച്ച ഒരു പക്ഷേ അത്രയും എത്താത്തത് കൊണ്ടായിരിക്കാം ഈ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹത്തെ നിർത്തിയത്. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു പുസ്തകം പറയാം. നിസായിലെ ഗ്രിഗോറിയോസ് എഴുതിയ ലൈഫ് ഓഫ് മോസസ്. നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന, പ്രത്യേകിച്ച് പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൻ്റെയും ദൈവീകരണത്തിൻ്റെയും ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ വായിക്കാൻ സാധിക്കുന്ന, പഠിക്കേണ്ട ഗ്രന്ഥമാണ് ഈ ലൈഫ് ഓഫ് മോസസ് എന്നത്. അത് വായിക്കാൻ അവസരമുണ്ടെങ്കിൽ അത് വാങ്ങണം, വായിക്കണം. അതിൽ സീനായി മോശയുടെ ജീവിതത്തെക്കുറിച്ചാണ് പൂർണ്ണമായ വർണ്ണന. അതിൽ ഈ സീനായി മലയിലേക്കുള്ള മോശയുടെ കരയേറ്റത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ദൈവസന്നിധിയിലേക്കുള്ള വളർച്ച, അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം അനുസരിച്ച് പറയുകയാണെങ്കിൽ ദൈവീകരണം, ദൈവത്തെ പോലെ ആയിത്തീരുക, തെയോസിസ് അല്ലെങ്കിൽ ഡെയിഫിക്കേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആ ദൈവീകരണത്തിൻ്റെ മുൻകുറിയായിട്ടാണ് സീനായി മലയുടെ മുകളിലേക്കുള്ള ആ കരയേറ്റത്തെ നിസായിലെ ഗ്രിഗോറിയോസ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഒരു അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആണെങ്കിലും വളരെയേറെ
നമ്മുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യാവുന്ന നിലയിലാണ് അത് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഈ ടെക്സ്റ്റിൽ നേരിട്ട് ബന്ധമുള്ളതല്ലെങ്കിൽ കൂടെ ഞാനത് പറയുന്നു എന്നേ ഉള്ളൂ. ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ പാരമ്യത്തിൽ, അതിൻ്റെ ഏറ്റവും അത്യുന്നതമായ അവസ്ഥയിൽ മനുഷ്യൻ എത്തിച്ചേരുന്നത് എന്ത് രീതിയിലുള്ള അല്ലെങ്കിൽ ഏതവസ്ഥയിലേക്കാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആത്മീയതയിൽ വളർന്ന് 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 വലുതായി കഴിയുമ്പോൾ ഞാൻ ഒന്നുമല്ലെന്നുള്ളൊരു തിരിച്ചറിവ്. അതുകൊണ്ടാണ് അവിടെ ഈ സിനായ് മലയുടെ മുകളിലേക്കുള്ള മോശയുടെ ഈ മലകയറ്റം, ഈ മലകയറ്റത്തിൻ്റെ ഒടുവിൽ എഴുതിയിരിക്കുന്നത്, മോശ സീനായുടെ മുകളിലേക്ക് കയറി ആ പർവ്വതം ഇരുൾ കൊണ്ട് മൂടിയിരുന്നു. പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അദ്ദേഹം കയറി അതിൻ്റെ ഏറ്റവും അഗ്രഭാഗത്തെത്തിയപ്പോൾ ആ പർവ്വതം ഇരുൾ കൊണ്ട് മൂടിയിരുന്നു. ഇരുട്ടാണ്. പക്ഷേ ആ ഇരുട്ടിൽ നിന്നാണ് യഹോവയുടെ സ്വരം മോശ കേട്ടത്. നീസായിലെ ഗ്രിഗോറിയോസിന് നൽകുന്ന ആ ഇരുട്ടിനെ കുറിച്ച് പറയുന്നത് ഡിവൈൻ ഡാർക്ക്നെസ് എന്നാണ്. ഡിവൈൻ ഡാർക്ക്നെസ്, അതായത് ദൈവസന്നിധിയിലേക്ക് വളർന്ന് വളർന്ന് വളർന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബോധം, അത് ഒരു അന്ധകാരമാണ്. പക്ഷേ ആ അന്ധകാരം ഭയത്തിൻ്റെതല്ല, മറിച്ച് നമുക്ക് തന്നെ നമ്മെ കാണാൻ സാധിക്കാത്ത നിലയിലും എന്നാൽ കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത് ദൈവത്തെ മാത്രം എന്ന നിലയിലുമുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് അതിന് ഡിവൈൻ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈ ഭാരതീയ പൈതൃകത്തിൽ പ്രത്യേകിച്ച് ക്ഷേത്ര ആരാധനകളും ക്ഷേത്ര പൈതൃകത്തെയും കുറിച്ചൊക്കെ വായിക്കാനും പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ക്ഷേത്രങ്ങളിൽ ശ്രീകോവിൽ എപ്പോഴും ഇരുട്ടാണ്. ശ്രീകോവിലാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഭാഗം. അവിടെയാണ് ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത്. മറ്റുള്ള ഉപപ്രതിഷ്ഠകളൊക്കെ ചെറിയ ചെറിയ, അല്ലെങ്കിൽ ആ ക്ഷേത്ര വളപ്പിൽ, ആ ക്ഷേത്ര മതിലിനുള്ളിലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലാണ് ഉപപ്രതിഷ്ഠകൾ വെച്ചിരിക്കുന്നത്. എന്നാൽ പ്രധാന പ്രതിഷ്ഠ ഈ ശ്രീകോവിലിൻ്റെ അകത്താണ്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ ശ്രീകോവിൽ എപ്പോഴും ഇരുട്ടാണ്. ആ ശ്രീകോവിലിൽ നട തുറന്ന് പൂജയ്ക്ക് കയറുന്ന പൂജാരിയാണ്, അല്ലെങ്കിൽ ആ ശാന്തിക്കാരനാണ് അവിടെ ദീപം തെളിയിക്കുന്നത്. ഇത് വളരെ ആഴമായ അർത്ഥമുള്ള ഒരു രീതിയാണ്. നമ്മുടെ കേരളത്തിലെ പഴയ ദേവാലയങ്ങളെയൊക്കെ ഒന്ന് നോക്കിക്കേ. പഴയ ദേവാലയങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. പഴയ ദേവാലയങ്ങളിലൊക്കെ മക്ബഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർച്ച് വളരെ ചെറുതാണ്. പഴയ സെമിനാരിയിൽ ഇപ്പോഴും അത് തന്നെയാണ്. സെമിനാരി അതിൻ്റെ വാതിലും ജനലും എല്ലാം അടച്ചിട്ടിരിക്കുക. എപ്പോഴും ആരാധനയ്ക്ക് തുറക്കുന്ന നേരത്ത് അങ്ങോട്ട് നോക്കിയാൽ ഭയങ്കര ഇരുട്ടാണ്. ആ മക്ബഹയിലേക്ക് കയറിയാൽ അധികം വെളിച്ചമൊന്നുമില്ല. തിരികൾ കത്തിക്കുമ്പോഴേ, അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്യുന്ന നേരത്താണ്, സ്വിച്ച് ഓൺ ചെയ്യുന്ന നേരത്താണ് പ്രകാശം കിട്ടുന്നത്. ഇതായിരുന്നു പഴയകാല ദേവാലയ നിർമ്മിതിയുടെ ചില സവിശേഷതകൾ. കാരണം ദേവാലയത്തിൻ്റെ ആർക്കിടെക്ചറും ആത്മീയതയും തമ്മിൽ ചേരുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് പഴയ ദേവാലയങ്ങളെല്ലാം, ഇന്ന് നാട്ടിലുള്ള പഴയ ദേവാലയങ്ങൾ തെക്കൻ പ്രദേശത്താണെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ഒരുപക്ഷെ കടമനാട് കത്തീഡ്രലോ, അല്ലെങ്കിൽ വലിയ മാറ്റമൊന്നും വരാത്ത ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളി, പഴയ സെമിനാരി, വടക്കൻ മേഖലകളിൽ ധാരാളമുണ്ട്. അവിടെയൊക്കെ ചെന്നാൽ നമുക്കിത് കാണാം. അവിടെയുള്ള മക്ബഹകളെല്ലാം ഇരുട്ടായിരിക്കും. ഇത് കേരളത്തിലെ, അല്ലെങ്കിൽ പൊതുവെ ആത്മീയതയുടെ ഒരു ശൈലിയാണ്. അതായത് ആത്മീയതയുടെ ഉന്നതത്തിൽ മനുഷ്യൻ ഡിവൈൻ ഡാർക്ക്നെസ്സിലേക്ക് പ്രവേശിക്കും. അതിലേക്ക് വളരേണ്ടത്. അവിടെ മറ്റൊന്നും കാണാനൊക്കെയില്ല. എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് എന്നെയോ കാണാനൊക്കെയില്ല. എനിക്ക് കാണാവുന്നത് എൻ്റെ അന്തരംഗത്തെയും എനിക്ക് കേൾക്കാൻ കഴിയുന്നത് സർവശക്തൻ്റെ സ്വരവുമാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, പർവ്വതത്തിൻ്റെ മുകൾ ഇരുൾ കൊണ്ട് മൂടിയിരുന്നു. ഇരുളിൻ്റെ നടുവിൽ നിന്ന് യഹോവ മോശയോട് സംസാരിച്ചു. ഈ ലൈഫ് ഓഫ് മോസസ് പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട്
അത് എഴുതിയിട്ടുണ്ട്. ഒരു സെന്റൻസ് ഓർമ്മ വരുന്നതെന്ന് പറയുക. നിസ എഴുതിയിരിക്കുകയാണ്, മോസസ് ഓൾവേസ് ഫൗണ്ട് എ സ്റ്റെപ്പ് ഹയർ ദാൻ ദ വൺ ഹി ഓൾറെഡി അറ്റൈൻഡ്. അവൻ ചവിട്ടിക്കയറിയുന്ന പടികളിൽ ഇനിയും ചവിട്ടുവാനുള്ള പടി കണ്ടിരുന്നു. അതായത് ഒരിക്കലും ഇത് അവസാനിക്കുന്ന ഒരു മലകയറ്റമല്ല, നെവർ എൻഡിങ് അസെൻഡിങ്, അല്ലെങ്കിൽ ഒരു ഒരു വളർച്ചയാണ് ദൈവത്തിലേക്ക്. ഇതാണ് ദൈവീകരണം എന്നൊക്കെ പറയും. സന്ദർഭവശാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു പക്ഷേ അത്രയും വളർച്ച എത്താത്തത് കൊണ്ടായിരിക്കാം ഈ യോശുവയെ ഈ സിനായ് മലയുടെ ഏതോ ഒരു ഭാഗത്ത് താരതമ്യേന താഴ്വരയിൽ നിന്ന് അധികം ഉയരമല്ലാത്ത ഒരു സ്ഥാനത്ത് നിർത്തിയിട്ട് വീണ്ടും മോശ കയറിയിരിക്കുന്നു. അത്രയും ചവിട്ടാനുള്ള ശേഷി യഥാർത്ഥത്തിൽ യോശുവയ്ക്ക് അന്ന് വരെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം മലയുടെ മുകളിൽ കയറി 40 ദിനരാത്രങ്ങൾ അവിടെ ചിലവഴിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. വെറും കൈയായിട്ടല്ല വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകളിൽ 2 കൽപ്പലകകളുണ്ട്. അതിൽ യഹോവ എഴുതി കൊടുത്ത കൽപ്പനകളുമുണ്ട്. വിലയേറിയ കൽപ്പനകൾ, യഹോവയുടെ സ്വന്തം കൈപ്പടയെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ യഹോവ നൽകിയ കൽപ്പനകൾ അടങ്ങിയ ഈ കൽപ്പലകയും കയ്യിലെടുത്തുകൊണ്ട് മോശ താഴ്വരയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ മല ഇറങ്ങുകയാണ്. കയറിയ മോശയ്ക്ക് അന്തരംഗത്തിൽ കൽപ്പനകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കൽ യഹോവ നൽകിയ മഹത്തായ ആ കൽപ്പനകൾ അടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ യോശുവ നിൽക്കുന്ന സ്ഥാനത്ത് മോശ എത്തി. അപ്പോഴാണ് താഴ്വരയിൽ ഭയങ്കര അട്ടഹാസവും ആർപ്പുവിളികളും ഉയരുന്നത് ഇവർ രണ്ടുപേരും കേൾക്കുന്നത്. പൊതുവെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇസ്രായേൽ മക്കളെയെല്ലാം ഈ സിനായ് മലയുടെ താഴ്വരയിൽ നിർത്തിയിട്ട് അവിടെ പാർക്കുവാനായിട്ട് ഏൽപ്പിച്ചിട്ട് അവരുടെ നേതൃത്വം തൽക്കാലം അഹറോനെ ഏൽപ്പിച്ചിട്ടാണ് മോശ സിനായിലേക്ക് കയറിയത്. അപ്പോൾ വളരെ സ്വസ്ഥവും ശാന്തവുമായ അന്തരീക്ഷമായിരുന്നു അദ്ദേഹം മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ സീനായുടെ താഴ്വരയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇറങ്ങി വന്ന് ഈ യോശുവ നൽകുന്ന സ്ഥാനത്തെത്തിയപ്പോൾ വലിയ അട്ടഹാസവും ആർപ്പുവിളികളും ഒക്കെ താഴ്വരയിൽ നിന്ന് ഉയരുന്നത് അദ്ദേഹം കേട്ടു. ഇത് കേട്ട് ഒന്ന് ശ്രദ്ധിച്ചു. യോശുവയാണ് ആദ്യം പ്രതികരിക്കുന്നത്. യോശുവ പറയുകയാണ്, യജമാനനെ, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട്, പടയിറങ്ങിയിരിക്കുകയാണ്. യോശുവ എന്ന് പറയുന്ന ഒരു നല്ല യോദ്ധാവിന് അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതോ ശത്രുക്കൾ തങ്ങളുടെ ജനത്തെ ആക്രമിക്കാനായിട്ട് വന്നിരിക്കുന്നു, അതിൻ്റെ യുദ്ധഘോഷമാണ് പാളയത്തിൽ കേൾക്കുന്നത്. അതാണ് 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ജനം ആർത്തു വിളിക്കുന്ന ശബ്ദം യോശുവ കേട്ടിട്ട് അവൻ മോശയോട് പാളയത്തിൽ പട ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യോശുവയുടെ ഈ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ ആയിരുന്നില്ല. 18-ാം വാക്യത്തിൽ മറുപടിയായിട്ട് മോശ പറയുകയാണ്, യോശുവയെ, ഈ പാളയത്തിൽ നിന്ന് ഉയരുന്ന അട്ടഹാസവും ആർപ്പുവിളികളും അത് ജയിച്ചാർക്കുന്നവരുടെ ഘോഷം അല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയും അല്ല, പ്രതികാരം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത്. യുദ്ധത്തിൽ പരാജിതരായവരുടെ വിലാപഗാനങ്ങളല്ല ഞാൻ കേൾക്കുന്നത്. യുദ്ധത്തിൽ ജയിച്ച ആളുകളുടെ ജയത്തിൻ്റെ ആർപ്പുവിളികളുമല്ല ഞാൻ കേൾക്കുന്നത്. ഇത് ഗാനങ്ങൾക്ക് പ്രതിഗാനം പാടുന്നവരുടെ ശബ്ദമാണ്, അതിൻ്റെ ധ്വനിയാണ് താൻ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അത് ഈ 32-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഞാൻ ആ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ആ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയി സാധിക്കുമെങ്കിൽ ഈ 32-ാം അധ്യായം വായിക്കുക. യഥാർത്ഥത്തിൽ എന്താ താഴ്വരയിൽ നടന്നത്? മോശ മലയിലേക്ക് കയറിപ്പോയി. ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു. ഇസ്രായേൽ മൂപ്പന്മാരെല്ലാം കൂടെ അഹറോന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യജമാനനെ, ഞങ്ങളെ കൊണ്ടുവന്ന മോശയെന്നല്ല
പുരുഷനായ മോശയ്ക്ക് ഒരു നല്ല അഡ്ജക്റ്റീവാണ് കൊടുക്കുന്നത്. ഞങ്ങളെ കൊണ്ടുവന്ന പുരുഷനായ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മോശയെ കണ്ടിട്ട് ദിവസങ്ങൾ ആഴ്ചകളുമായി. സീനായ് മലയുടെ മുകളിൽ കയറിയ ജീവനോടുണ്ടോ തിരിച്ചു വരുമോ എന്നുള്ള വിശ്വാസമൊന്നും അവർക്കില്ല. അതുകൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങളെ കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നീ ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അഹ്റോനോട് പറയുകയാണ്. അഹ്റോൻ ആരാണ്? മഹാപുരോഹിതനാണ്. അതുകൊണ്ട് മോശയെ കാണാനില്ല. അതുകൊണ്ട് നീ ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഇത് കേട്ടിട്ട് അഹ്റോൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള സ്വർണ്ണമൊക്കെ ഇഞ്ഞു കൊണ്ടുപോകും. ഉടൻ തന്നെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കാതിലെയും കഴുത്തിലെയും ഒക്കെ പറിച്ച് അഹ്റോന്റെ കൈ കൊടുത്തു. ഇല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ആത്മീയതയോട് മൂത്ത് കഴിഞ്ഞാൽ ഭർത്താവ് കിട്ടിയ മിന്നുൾപ്പെടെ എല്ലാം പറിച്ചുകൊണ്ട് എറിയുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. ഇതവിടെ തുടങ്ങിയതായി സീനായുടെ താഴ്വരയിൽ. ഇവര് ഈ കാതി കിടന്ന എന്തുവാ കടുക്കനും മാലയും അവരുടെ കയ്യിലുള്ളതെല്ലാം ഉണ്ട് അഹ്റോന്റെ അടുത്ത് കൊടുത്തു. 32-ാം അധ്യായത്തിന്റെ 4-ാമത്തെ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അഹ്റോൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി തീയിലിട്ട് ഒരു കുത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇവരുടെ പക്കൽ നിന്ന് സ്വർണം വാങ്ങി അത് തീയിലിട്ട് പഴുപ്പിച്ച് കുത്തുളി കൊണ്ട് തട്ടാന്മാർ ചെയ്യുന്നത് പോലെ ഒരു തട്ടാന്റെ പണിയല്ല അദ്ദേഹം ചെയ്തു. ഈ കിട്ടിയ സ്വർണ്ണമെല്ലാം കൂടെ ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അത് ഇസ്രായേൽ മൂപ്പന്മാരുടെ കയ്യിലോട്ട് കൊടുത്തു. ഇത് കിട്ടിയ ഉടനെ ഇവന്മാര് ഈ മൂപ്പന്മാരെല്ലാം കൂടി കാളക്കുട്ടിയെ കൊടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇസ്രായേലേ, ഇത് നിന്നെ കൊണ്ടുവന്ന ദൈവമാണ്. ഇസ്രായേലേ, ഇത് നിന്നെ കൊണ്ടുവന്ന ദൈവമാണോ എന്ന് പറഞ്ഞ് ഈ കാളക്കുട്ടിയെ ഉയർത്തി കാണിച്ചു. അഹ്റോൻ ഒട്ടും മടിച്ചില്ല. അഹ്റോൻ അത് കണ്ടാറെ ഒരു യാഗപീഠം പണിതു. എന്നിട്ട് പറഞ്ഞു, നാളെ ഉത്സവം. പിന്നീട് ആ ജനങ്ങള്, ഈ മൂപ്പന്മാര് ഈ കാളക്കുട്ടിയെ സ്തുതിച്ചുകൊണ്ട് പാട്ടുപാടി അത് ഏറ്റുപാടി ഈ ഞാൻ താഴ്വരയില് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഈ പ്രത്യേകിച്ച് തൃശ്ശൂർ മുതലും അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ പൂരങ്ങൾ, തൃശ്ശൂർ പൂരത്തിൻ്റെ നാടാണല്ലോ, കെട്ടുകാഴ്ച. ഇപ്പോൾ തെക്കൻ കൊല്ലം ജില്ലയിലൊക്കെ ഞാൻ അടുത്ത കാലത്ത് അവിടെയൊക്കെ കണ്ടു. ഇതേപോലെ തന്നെ ഈ പിന്നെ കാളയെ പോലെ ഓരോ കുതിരയൊക്കെ ഉണ്ടാക്കിയിട്ട് തോളത്ത് വെച്ച് അതിനെ ഇങ്ങനെ തുള്ളിച്ചുകൊണ്ടും നമ്മുടെ നാട്ടിലെ രീതിയാണ്. ഏതാണ്ട് അത് തന്നെ ഇവരും ചെയ്തു. അപ്പോൾ മോശയും യോശുവായും താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ അവർ കേട്ടത് ഈ ആർപ്പുവിളികളാണ്. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, ഇത് ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതികാരം ചെയ്യുന്നവരുടെ ഘോഷം അത്രയേ ഞാൻ കേൾക്കുന്നു. തുടർന്ന് സംഭവിച്ചെന്തെന്നറിയാം. കോപിഷ്ഠനായ മോശ തൻ്റെ കയ്യിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് യഹോവയുടെ കരങ്ങളാൽ എഴുതപ്പെട്ട് തൻ്റെ കയ്യിൽ കിട്ടിയ കൽപ്പനകൾ രണ്ടും വലിച്ചെറിഞ്ഞു. ആർക്കാ ഇത് കൊണ്ടുപോകുന്നത്? യഹോവയെ അറിയാത്ത, യഹോവയെ തിരസ്കരിച്ച അന്യ ദൈവത്തെ, കാളക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു ജനത്തിനു വേണ്ടി എന്തിനു ഞാനത് കൊണ്ടുപോകണം എന്ന വാശി കോപിഷ്ഠനായിട്ട് അദ്ദേഹം അത് പൊട്ടിച്ചു കളയുകയാണ്, വലിച്ചെറിയുകയാണ്. എന്നിട്ട് മടങ്ങിയില്ല. താഴ്വരയിലോട്ട് വന്നിട്ട് യുവന്മാരുടെ കയ്യിൽ നിന്ന് ഈ കാളക്കുട്ടിയെ വാങ്ങി അതിനെ തീയിലിട്ട് ചുട്ട് കരിച്ച് ആ ചാരമെല്ലാം കൂടെ വെള്ളത്തിൽ കലക്കി ആ വെള്ളം യുവന്മാരെ കൊണ്ട് പിടിപ്പിച്ചു. കുറേ പേര് ചത്തു. മോശയുടെ വാശി എന്തിട്ടും തീർന്നില്ല. അദ്ദേഹം വാളെടുത്തു. എന്നിട്ട് പറഞ്ഞു, യഹോവയുടെ പക്ഷത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വരട്ടെ. കുറച്ച് ചെറുപ്പക്കാർ വന്നു. പ്രായമുള്ളവരാരും വന്നില്ല. കുറച്ച് ചെറുപ്പക്കാർ വന്നു. അവരോട് പറഞ്ഞു, വാളെടുക്കുക. മോശയും ഈ ചെറുപ്പക്കാരും കൂടെ ചേർന്ന് 3000-ത്തിലധികം ആളുകളുടെ തല കൊയ്തു എന്നാണ് ഈ 32-ാം അധ്യായത്തിൻ്റെ ബാക്കിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്. 3000-ത്തിലധികം. ചുരുക്കത്തിൽ ഇസ്രായേൽക്കാരുടെ ഈ എക്സോഡസിന്റെ ചരിത്രത്തിൽ ഇത്രയും ദാരുണമായ ഒരു സംഭവം വേറെ ഉണ്ടായിട്ടില്ല. എന്താ ഇതിന്റെ കാരണം?
ഇത്രയും പെർവേർഷൻ, ആത്മീയതയിൽ സ്പിരിച്വൽ പെർവേർഷൻ വേറൊരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇത്രയും കോപം ഇസ്രായേൽ മക്കളുടെ മേൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ ഈ വാക്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ടെക്സ്റ്റായിരുന്നു. ഇത് അനലൈസ് ചെയ്താൽ ഏറ്റവും കുറഞ്ഞത് ഞാനൊരു 3 കാരണങ്ങൾ അതിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ അതിൽ കൂടുതൽ ഒരു പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചേക്കാം. 3 കാരണങ്ങൾ എനിക്ക് അവിടെ കണ്ടെത്താനായിട്ട് കഴിയും. അത് 32-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാരണങ്ങളാണ്. അതിലാദ്യത്തേത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ആധ്യാത്മികതയിൽ കടന്നുകൂടിയ ഒരു വൈകൃതമാണ് ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്, അല്ലേ? ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ഗാനവും പ്രതിഗാനവും ചൊല്ലി അതിനെ എടുത്ത് ഇസ്രായേലെ നിന്നെ കൊണ്ടുവന്ന ദൈവം ഇതാണെന്ന് പറഞ്ഞതാണ് മോശയ്ക്ക് സഹിക്കാനൊക്കാതെ പോയത്. യഹോവയിൽ നിന്ന് ഈ ജനത്തെ അകറ്റിക്കളഞ്ഞത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് ഇവർ ഈ കാളക്കുട്ടി ഉണ്ടാക്കി? അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ആധ്യാത്മികതയിൽ കടന്നുകൂടിയ ചില വൈകൃതങ്ങൾ അതിൻ്റെ പിറകിലുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ സഭ ഉൾപ്പെടെ ക്രൈസ്തവ സഭകളിലും ഇതര മതങ്ങളിലും പൊതുവായിട്ട് കാണുന്ന വൈകൃതങ്ങൾ തന്നെയാണ് അതെന്നാണ് എൻ്റെ ഒരു വാല്യുവേഷൻ. തെറ്റോ ശരിയോ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വിടുകയാണ്. 3 വൈകൃതങ്ങൾ ഞാൻ അവിടെ കാണുന്നുണ്ട്. അതിലാദ്യത്തേത്, ഇസ്രായേൽ ജനം അറിഞ്ഞോ അറിയാതെയോ വളർത്തിയെടുത്ത ആത്മീയത അത് യഥാർത്ഥത്തിൽ യഹോവയിൽ കേന്ദ്രീകരിക്കുന്നതായിരുന്നില്ല, മറിച്ച് ഇൻഡിവിജ്വൽ ഓറിയന്റഡ് മോസസ് സെന്റേർഡ് സ്പിരിച്വാലിറ്റി അത് അവർ വളർത്തിയെടുത്തത്. അതുകൊണ്ട് അവർ പറഞ്ഞത്, ഞങ്ങളെ കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് ഭവിച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നീ ഒരു ദൈവത്തിന് ഉണ്ടാക്കണം. ഇപ്പോൾ വേറൊരു ദൈവത്തിനു വേണ്ടി അവരെ ആഗ്രഹിച്ചത് എന്തുകൊണ്ട്? അവരെ കൊണ്ടുവന്ന മോശയെ അവർക്ക് കാണാനില്ല, അദ്ദേഹം എവിടെ പോയി അവർക്ക് അറിഞ്ഞുകൂടാ. ചുരുക്കത്തിൽ ഇവരുടെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത, ദാറ്റ് വാസ് കംപ്ലീറ്റ്ലി സെന്റേർഡ് അറൗണ്ട് ഓർ ഫോക്കസ്ഡ് ഓൺ an individual that is Moses. മോശയിൽ കേന്ദ്രീകരിക്കുന്നതായിരുന്നു. ഇത് ആധ്യാത്മികതയിൽ കടന്നുകൂടുന്ന ഏറ്റവും വലിയ വൈകൃതമാണ്. ആധ്യാത്മികതയുടെ സ്പിരിച്വാലിറ്റിയുടെ ഫോക്കസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കോർ ഓഫ് സ്പിരിച്വാലിറ്റി, ആത്മീയതയുടെ കോർ എന്താണ്? നമുക്ക് കർത്താവായ യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്, Son of God, He is the center of our spiritual life. ജീവിതത്തിൻ്റെ കേന്ദ്രം, നമ്മുടെ ആത്മീക അന്വേഷണത്തിൻ്റെ കേന്ദ്രം എല്ലാ കാലവും അതുതന്നെയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുവരെ പഠിച്ച അക്കാഡമിക്കലി പഠിച്ചതും ഡിഗ്രി എടുത്തതും ഒക്കെ മറ്റ് മതങ്ങളെക്കുറിച്ചുള്ള മേഖലയിലാണ്. അതിൽ തന്നെ ഹിന്ദുയിസമായിരുന്നു എൻ്റെ ഡോക്ടർ സ്റ്റഡി വരെ ഫോക്കസ് ചെയ്തത്. അത് എൻ്റെ അക്കാഡമിക് ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമൊന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ ആത്മീയതയുടെ കേന്ദ്രം എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ആധ്യാത്മികത അല്ലാതെ നമുക്ക് മറ്റൊരാത്മീയത പാടില്ല. പക്ഷേ ഇന്നത്തെ സഭയിലും ഇന്നത്തെ സമൂഹത്തിലും അതാണോ യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ ഇൻഡിവിജ്വൽ ഓറിയന്റഡ് സ്പിരിച്വാലിറ്റി, പേരെടുത്ത് പറയുന്നതിൽ എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. ഏറെ നാളുകൾക്ക് മുമ്പ് ആത്മീയ യാത്ര എന്ന് പറഞ്ഞ് KP യോഹന്നാൻ എന്ന ഒരു നല്ല മനുഷ്യൻ പ്രഭാഷണം തുടങ്ങി. ഇന്ന് അദ്ദേഹം മെത്രാപ്പോലീത്തായ ഇന്നൊരു സഭയാണ്. അതിൻ്റെ മുഴുവൻ കേന്ദ്രവും ഒരു വ്യക്തി ഓറിയന്റഡ്. അതുപോലെ തന്നെ ബ്രദർ തങ്കു നമ്മുടെ കോട്ടയംകാരൻ ഹെവൻലി ഫീസ്റ്റ് ഒരു പ്രസംഗകനായിട്ട് തുടങ്ങി. ഇന്ന് അദ്ദേഹത്തിൽ കേന്ദ്രീകൃതമായ ഭക്തി അല്ലെങ്കിൽ ആത്മീയതയാണ്.
നമ്മുടെ സഭയിലുമുണ്ട്. വ്യക്തി അതുകൊണ്ട് നമുക്ക് ലീഡേഴ്സ് വേണ്ടെന്നല്ല, സ്പിരിച്വൽ ലീഡേഴ്സ് വേണം, ഭക്തർ വേണം. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധന്മാരെ, ശുദ്ധിപതികളെ ഏറെ ആദരിക്കുന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. പരിശുദ്ധനായ പരിവർത്തനയുടെ പെരുന്നാളിന് വേണ്ടി വളരെയേറെ ഒരുങ്ങുന്ന ദിവസങ്ങളായത്. പക്ഷേ ആത്മീയതയുടെ കേന്ദ്രം പരിവർത്തനമേനിയും ആകരുത്. കർത്താവായ യേശു ക്രിസ്തു. Nobody, no saint can replace the position of Jesus Christ. യേശു ക്രിസ്തുവിന് പകരക്കാരന് വേറെ ആരുമില്ല. എത്ര വലിയ പരിശുദ്ധരുണ്ടെങ്കിലും, എത്ര വലിയ ശുദ്ധിമതികളുണ്ടെങ്കിലും, അവരൊക്കെ പരിശുദ്ധരുടെയും ശുദ്ധിമതികളുടെയും തലത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ പരിശുദ്ധന്മാരുടെ പെരുന്നാളുകൾക്ക് സന്ധ്യാനമസ്കാരത്തിൽ ചൊല്ലുന്ന ശുദ്ധൻ നീ ആലോഹോ എന്നുള്ളത് തന്നെ ഇക്വലൻ്റായ പാട്ട്, ഖദീഷാത്ത് ആലോഹോ എന്ന സുറിയാനിയിൽ അത് ശുദ്ധന്മാർക്ക് ശുദ്ധത നൽകുന്ന ശുദ്ധൻ, അങ്ങനെ പറഞ്ഞിരിക്കുന്നേ. ഖദീഷാത്ത് ആലോഹോ ഖദിശോനോത് ഖാദീഷി എന്ന് പറഞ്ഞാൽ പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനായ പരിശുദ്ധനെ. അതാ ദൈവം, അതാ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഒരു പരിശുദ്ധന് ലോകത്ത് ഒരു മെത്രാപ്പൊലീത്തായി, ഒരു കാതോലിക്കായി, ഒരു സുവിശേഷകന്, എത്ര അത്ഭുതം പ്രവർത്തിക്കുന്ന വ്യക്തി കേന്ദ്രീകൃതമായ ആധ്യാത്മികതയ്ക്ക് പ്രേരണ കൊടുക്കരുത്. അത് നമ്മുടെ ഭക്തി ജീവിതം, നമുക്ക് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എല്ലാ മതങ്ങളിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളിൽ ഒന്നതാണ്. അതായത് ലീഡേഴ്സിനെ നമുക്കൊക്കെ ഇഷ്ടമാണ്. നമ്മൾ കാരണമുണ്ട്. സോഷ്യോളജി പഠിച്ചവർക്കറിയാം, സൊസൈറ്റി ക്രിയേറ്റ്സ് ഗോഡ് എന്ന മാക്സ് വെബറുടെ ഒരു വലിയ സിദ്ധാന്തം തന്നെയുണ്ട്. സോഷ്യോളജി ഓഫ് റിലീജിയനുണ്ട് ഇതൊക്കെ. അപ്പോൾ സൊസൈറ്റി എപ്പോഴും ചില ഐഡിയൽ സോഷ്യൽ വാല്യൂസ് അവർ വളർത്തും. ഇതെല്ലാം കൂടെ ഐഡിയലായിട്ട് കാണുന്ന ഒരു ഇൻഡിവിജ്വലിനെ കണ്ടു കഴിഞ്ഞാൽ then they will equate their formula with the individual. അതെല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ ആത്മീയതയിലും നമ്മൾ ഭക്തി എന്നുള്ളതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ചില വർണ്ണനകളും ചില ധാരണകളും ഒക്കെ ഉണ്ട്. അതേതാണ്ട് അടുത്ത് വരുന്ന ആളുകളെ കണ്ടു കഴിയുമ്പോൾ അവരെ ഒന്ന് വെനറേറ്റ് ചെയ്തു. പക്ഷേ അതിനപ്പുറമാണ് അർത്ഥവത്തായിട്ടുള്ള ആത്മീയത. അതിൻ്റെ കേന്ദ്രം യേശുക്രിസ്തുവായിരിക്കും. ഇസ്രായേൽക്കാർക്കുണ്ടായ അപകടം, ഞങ്ങളെ കൊണ്ടുവന്ന പുരുഷനായ മോശയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ചെങ്കടലിനെ രണ്ടാക്കിയതും, ആകാശത്തു നിന്ന് മന്ന കൊടുത്തതും, കാടപ്പക്ഷിയെ നൽകിയതും, പാറയിൽ നിന്ന് ദാഹജലം പകർന്നു കൊടുത്തതും എല്ലാം യഹോവയാണെന്നുള്ള സത്യം അവർ മറന്നു. അതെല്ലാം മോശയുടെ കിരീടത്തിലെ പൊന്തൂലുകളായിട്ട് അവർ കണ്ടത്. അതുകൊണ്ടാണ് യേശുദമ്പരാന്റെ അടുക്കൽ വന്നിട്ട് പരീക്ഷയിൽ ചോദിക്കുന്നുണ്ട്, നീ മോശയേക്കാൾ വലുതാണോ? മോശ മരുഭൂമിയിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മന്ന ഭക്ഷ്യപാനം കൊടുത്തിട്ടുണ്ട്, നീ എന്താ നൽകുന്നത്? കർത്താവ് പറഞ്ഞു, മോശയല്ല നിങ്ങൾക്ക് തന്നത്, സ്വർഗത്തിലെ എൻ്റെ പിതാവാണ്. ആ റിയലൈസേഷൻ അതവർക്കില്ലാതെ പോയി. ചുരുക്കത്തിൽ ഒരു ഇൻഡിവിജ്വൽ സെന്റേർഡ് സ്പിരിച്വാലിറ്റി ഇസ്രായേൽക്കാർ വളർത്തിയെടുത്തു. അതുകൊണ്ടാണ് അബദ്ധം എന്താണ്, ഏത് വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന ആത്മീയത ആര് വളർത്തിയെടുത്താലും ആ വ്യക്തിയുടെ അസാന്നിധ്യം അവരിൽ ഒരു ശൂന്യത സൃഷ്ടിക്കും. അപ്പോൾ രാപകലില്ലാതെ രാത്രികാലങ്ങളിൽ അഗ്നിത്തൂണായും പകൽ മേഘസ്തംഭമായും അവരോട് കൂടെ തിരുസാന്നിധ്യം അറിയിക്കുന്ന യഹോവയുടെ സാന്നിധ്യം അവർ മറന്നു. മറിച്ച് മോശയുടെ അസാന്നിധ്യം, അതാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇതാണ് ഇൻഡിവിജ്വൽ ഓറിയന്റഡ് സ്പിരിച്വാലിറ്റി വളർത്തിയെടുത്താലുണ്ടാകുന്ന അപകടം. കൂടെയുള്ള ദൈവസാന്നിധ്യം മറക്കും, കൂടെയില്ലാത്ത നേതാവിൻ്റെ അസാന്നിധ്യം ശ്രദ്ധിക്കും. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടത് ദൈവത്തെ ഉണ്ടാക്കി തരിക. ചുരുക്കത്തിൽ അക്കാലത്ത് ഇസ്രായേൽക്കാർക്കുണ്ടായ സ്പിരിച്വൽ പെർവേർഷനിൽ ആദ്യത്തെ റീസൺ ഇൻഡിവിജ്വൽ ഓറിയന്റഡ് സ്പിരിച്വാലിറ്റി. രണ്ടാമത്തെ കാരണം ഇവർ മോശയോട് പറയുകയാണ്, ഒന്നാം വാക്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ, ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടത് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് തന്നെയല്ല,
അതിൻ്റെ കണ്ടീഷൻ എന്താണ്? കണ്ടീഷനാണ് ഞങ്ങളുടെ മുമ്പിൽ നടക്കണം. വല്ല തെറ്റുണ്ടോ അതിനകത്ത്? പ്രത്യക്ഷത്തിലില്ല, പക്ഷെ ഉണ്ട്. ഞങ്ങളുടെ മുമ്പിൽ നടക്കണം. ഞാൻ ഒരിക്കല് ഒരു പ്രായമുള്ള ഒരാളെ പരിചയപ്പെട്ടപ്പോൾ, അച്ഛനായിരുന്ന സമയത്താണ്. അദ്ദേഹത്തിൻ്റെ മകൻ എനിക്കറിയാവുന്നൊരു വലിയ പ്രൊഫസറാണ്. ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജോൺ സാറിൻ്റെ ഫാദറല്ലേ? ഉടനെ അദ്ദേഹം പറഞ്ഞു, അല്ല, എൻ്റെ മകനാ ജോൺ. എനിക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്തു. ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി. അദ്ദേഹം ജോൺ സാറിൻ്റെ അപ്പനായിട്ടല്ല അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അവൻ എൻ്റെ മകനാണ്. നമ്മളൊക്കെ സംസാരത്തിൽ പറയും, പക്ഷെ എപ്പോഴും ഓർത്തോണം, തിരിച്ചേ പറയാവൂ. അല്ല, അവൻ എൻ്റെ മകനാണ്. ഇത് രണ്ടും അർത്ഥത്തിൽ ഒന്ന് തന്നെ, പക്ഷേ അന്തരാർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിനൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അവരെന്താ അങ്ങനെ പറഞ്ഞത്? അവർക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾ പിൻപിൽ നടക്കത്തക്ക രീതിയിൽ എന്ന് പറഞ്ഞു. പ്രയോറിറ്റി ആർക്കാണ്? ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞു, പ്രയോറിറ്റി ജോൺ സാറിനായിപ്പോയി, അപ്പനല്ല. അദ്ദേഹം തിരുത്തി, അവൻ എൻ്റെ പുത്രനാണ്. അപ്പോൾ പ്രയോറിറ്റി ആർക്ക് കിട്ടി? അപ്പന് കിട്ടി. ഇത് തന്നെ ഇവിടെയും കാണാം. ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടുന്നൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എതിലേ പോയാലും അതിന് മുമ്പിൽ നടന്നോണം. കണ്ടീഷൻ അതാണ്. അല്ലാതെ ദൈവത്തിൻ്റെ പിറകെ ഞങ്ങൾ നടക്കാമെന്ന സബ്മിഷൻ, ആ ഹംബിൾനെസ് അവർക്കില്ലാതെ പോയി. അപ്പോൾ ഈ കാലഘട്ടവുമായിട്ട് നമ്മളൊന്ന് റിലേറ്റ് ചെയ്താൽ നമുക്കൊക്കെ ആത്മീക ഇൻട്രസ്റ്റ് ഉണ്ട്, ആത്മീയമായിട്ടൊരു ഉത്സാഹമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും, മേത്രാന്മാരായാലും ശരി, വൈദികരായാലും അന്മായക്കാരായാലും, ഇവിടെ പലരുടെയും എൻ്റെ റേഷ്യോ വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ ആത്മീയതയിൽ അറിയാതെ കടന്നുകൂടുന്നത് ഒരു സെൽഫ് ഇൻട്രസ്റ്റാണ്, മോട്ടീവ്സ് നമുക്കൊക്കെ ഉണ്ട്. ഇതാണ് പലപ്പോഴും നമ്മെ ഭരിക്കുന്നത്. അത് ചിലത് നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നമുക്ക് മോചനം കിട്ടാനുള്ള ഒരാഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി പ്രയാസങ്ങളൊന്നും ലഘൂകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ആഗ്രഹമായിരിക്കും. ഇതൊന്നും തെറ്റല്ല. എന്നാൽ ശരിയായ ആത്മീയതയിൽ എൻ്റെ കർത്താവ് എനിക്ക് തരുന്നത് എന്തായിരുന്നാലും ഞാനത് വഹിക്കും. അത് പറഞ്ഞ് ചുരുക്കം പിതാക്കന്മാരൊക്കെ ഉണ്ട്. കൊച്ചുകുഞ്ഞുപദേശി, സാധു കൊച്ചുകുഞ്ഞുപദേശി അങ്ങനെ ഒരാളായിരുന്നില്ലേ? ദുഃഖത്തിൻ്റെ പനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാനത് പാനം ചെയ്യും. അത് ആത്മീയത. നമ്മൾ ദുഃഖത്തിൻ്റെ പാനപാത്രം കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കും. പക്ഷേ തരുന്നത് ദുഃഖത്തിൻ്റെ പാനപാത്രമാണെങ്കിൽ സ്വീകരിക്കാനുള്ള സന്നദ്ധത, അതാണ് അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് ഇഷ്ടം തോന്നിയല്ലോ. പണ്ട് വായിച്ചൊരു കഥയാണ്, വളരെ ചെറിയൊരു കഥ, പെട്ടെന്ന് പറയാം. ഈ മൂകരും ബധിരരുമായ കുട്ടികൾ പാർക്കുന്ന ഒരു ബാലഭവൻ. അവിടെ ഒരു സുവിശേഷൻ, ഞാനൊരു പ്രസംഗ ജീവന്റെ ഉറവിനരികെ എന്ന വർത്തമാന സഭയിലെ ടി.കെ. ജോർജ് അച്ഛൻ എഴുതിയൊരു പുസ്തകത്തിനകത്തൊരു കഥയാണ്. പ്രസംഗത്തിൽ അദ്ദേഹം കോട്ട് ചെയ്ത കഥയാണ്, അല്ലാതെ എനിക്ക് നേരിട്ട് അറിയാവുന്നതല്ല. അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: ഒരു സുവിശേഷൻ ഇങ്ങനെയൊരു ബാലഭവനത്തിൽ ചെന്നു. അപ്പോൾ മൂകരും ബധിരരുമായ കുട്ടികളാണ്. അവിടെ ചെന്നിട്ട് അദ്ദേഹം ഈ കുട്ടികളോട് കുറേയൊക്കെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു, പടങ്ങളൊക്കെ വരച്ച് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ചോദ്യം എഴുതി: ദൈവം എന്നെ കേൾവിയുള്ളവനായും സംസാര ശക്തിയുള്ളവനായും സൃഷ്ടിച്ചു, നിങ്ങളെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നൊരു ചോദ്യം എഴുതി. എന്നിട്ട് ഉത്തരം എഴുതാനായിട്ട്, അറിയാവുന്നവരോട് എഴുതാനായിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. ആർക്കും പലരും ദുഃഖിതരായിട്ട് പലരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് പൊടിയുന്ന കാഴ്ച അദ്ദേഹം കണ്ടത്. ഒരു പെൺകുട്ടി, അദ്ദേഹം പറഞ്ഞു 12 വയസ്സുള്ള ഒരു കുട്ടി എഴുന്നേറ്റ് വന്നു. അവൾ എഴുന്നേറ്റ് നിന്ന് ബോർഡിൽ എഴുതി: അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് തിരുവിഷ്ടം തോന്നിയല്ലോ. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് തിരുവിഷ്ടം തോന്നിയല്ലോ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വാക്യമാണ്. ഇത് ആത്മീയത. എനിക്കോ എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നു ഞാൻ അവകാശപ്പെടുന്നില്ല, എനിക്ക് സാധിക്കത്തില്ല. ഞാൻ അത്രയും വളർന്നിട്ടില്ല. അത്രയും വേദനയിലും അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും
ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ എന്ന് പറയാനുള്ളൊരു വളർച്ച എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും കാലത്ത് മരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ആധ്യാത്മിക അന്വേഷണത്തിൽ, ഭക്തി ജീവിതത്തിൽ ചില കോൺഫിഡൻഷ്യൽ മോട്ടീവ്സ്, മറ്റാർക്കും അറിഞ്ഞുകൂടാത്ത ചില രഹസ്യ അജണ്ടാസ് ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കണമെന്ന ആഗ്രഹം കൊണ്ട് സ്തുതിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? ദൈവത്തെ ആരാധിക്കേണ്ടതുകൊണ്ട് ആരാധിക്കുന്നവർ എത്ര പേരുണ്ട്? വിശുദ്ധ കുർബാനക്രമത്തിലെ വിശുദ്ധ കുർബാന തക്സായുടെ അവസാന ഭാഗത്ത് ഈ മത്ബഹായിലേക്കുള്ള ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇപ്പോൾ കുറ്റിയോ അല്ലെങ്കിൽ കുപ്പായമോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂദാശ ചെയ്യാനായിട്ടുള്ള പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. ആ പ്രാർത്ഥന വരുമ്പോഴെല്ലാം അതിനകത്ത് ഒരു വരി എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: സ്തുതി നിനക്ക് ആവശ്യമുണ്ടായിട്ടല്ല, എന്നാലോ നിന്നെ സ്തുതിക്കുന്നവർ നിന്നാൽ ശ്രേഷ്ഠരാകുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്ര പ്രാവശ്യം ദൈവമേ നീ പരിശുദ്ധനാകുന്നെന്ന് പറഞ്ഞ് കുരിശ് വരച്ച് കുമ്പിട്ടു? നമ്മൾ പറഞ്ഞില്ലെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധി എന്നെ കുറഞ്ഞു പോകുമോ? അതോ നമ്മൾ 1000 തവണ ഏറ്റു പറഞ്ഞതുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധി കൂടുമോ? കൂടത്തില്ല. അതാണ് ചേഞ്ച് ചെയ്യാൻ. പിന്നെ എന്തിനാ ഇങ്ങനെ സ്തുതിക്കുന്നേ? അതിൻ്റെ ഉത്തരമാണ് സ്തുതി നിനക്കാവശ്യമുണ്ടായിട്ടല്ല, നിന്നെ സ്തുതിക്കുന്നവർ നിന്നാൽ ശ്രേഷ്ഠരാകുവാൻ വേണ്ടിയാണ്. അപ്പോൾ for the sake of our own sanctification we are supposed to sanctify the holy name of God. ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ ശുദ്ധീകരിക്കുന്നത് എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മാറ്റുകൂട്ടാനായിട്ടല്ല, നമ്മുടെ മാറ്റുകൂട്ടാനായിട്ടാണ്. ഇതാത്മീയതയുടെ അർത്ഥം. പക്ഷേ ഈ അർത്ഥത്തിൽ എത്ര പേർക്ക് സാധിക്കുന്നു? നമ്മുടെ എല്ലാ ഇൻട്രസ്റ്റ് എന്താ? ഞങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ഒരു ദൈവം, അതായത് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾ. ഞാൻ ഇടത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഇടത്തോട് എൻ്റെ മുമ്പിൽ നിന്നുണ്ടായിരിക്കണം. ഞാൻ വലത്തോട്ട് യാത്ര ചെയ്യുന്നതെങ്കിൽ ആ വലത്ത് എൻ്റെ ദൈവം എൻ്റെ മുമ്പിലുണ്ടായിരിക്കണം. അല്ലാതെ അവൻ പോകുന്ന പാതയിൽ അവൻ്റെ പിന്നണിയിൽ ഞാൻ നടന്നുകൊള്ളാം എന്ന സബ്മിഷനില്ല. ഇതാണ് രണ്ടാമത്തെ വൈകൃതം, കൺസ്യൂമറിസ്റ്റിക് സ്പിരിച്വാലിറ്റി. അത് ഈ ലോകത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ സ്പിരിച്വാലിറ്റി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വിശ്വാസികളുടെ സ്ഥിതിയാണ്. ക്രിസ്ത്യാനി ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ജൂ ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിൽ കാണുന്ന ചില വൈകല്യങ്ങളാണ്. അപ്പോൾ അവിടെയും കൺസ്യൂമറിസമാണ്. എനിക്കെന്ത് കിട്ടും, എനിക്ക് കിട്ടേണ്ടതിന് ഞാൻ അവനെ അംഗീകരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ അവൻ നടക്കണം, അവൻ്റെ പിറകിൽ ഞാൻ നടക്കാം എന്ന താഴ്മയല്ല ഉള്ളത്. ഇത് രണ്ടാമത്തെ റീസണാണ്. ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ദൈവത്തെ ഉണ്ടാക്കി തരിക. ഒരു കാരണം കൂടെ അവിടെ കാണുന്നുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, അഹ്റോൻ എന്ന് പറയുന്ന ഈ മഹാപുരോഹിതൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയോ? അഹ്റോന്റെ അടുക്കൽ വന്നിട്ട് ഇസ്രായേൽക്കാർ പറഞ്ഞു, പുരുഷനായ മോശയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ, അവിടെ നീ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രതികരിക്കേണ്ടിയിരുന്നോ? മക്കളെ, നിങ്ങളിങ്ങനെ പറയരുത്. നിങ്ങളെ കൊണ്ടുവന്നത് മോശയല്ല, യഹോവയാണ്. പകലിൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും നിങ്ങളെ നടത്തിയില്ലേ? പാറയിൽ നിന്ന് ദാഹജലം തന്നില്ലേ? ആകാശത്തു നിന്ന് മന്ന തന്നില്ലേ? അതുകൊണ്ട് മോശ തിരിച്ചു വരും. അഥവാ വന്നില്ലെങ്കിലും നിങ്ങളെ നയിക്കുന്നത് യഹോവയാണ്. യഹോവയെക്കുറിച്ചല്ലാതെ വേറൊരു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കരുത് എന്നല്ലായിരുന്നു പറയേണ്ടത്. പക്ഷേ ഒറ്റ വാക്ക് ഈ ജനം ഇവരൊക്കെയോട് എഴുന്നള്ളിച്ചപ്പോൾ ഒരു വാക്കുകൊണ്ടെങ്കിലും അരുത് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. പകരം എന്താ പറഞ്ഞത്? സ്വർണ്ണമെല്ലാം ഇനി കൊണ്ടുപോകാം. ജനം സ്വർണ്ണമെല്ലാം കൊടുത്തു, അതുകൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. ഇനി രസകരമായ ഒരു വാൽക്കഷ്ണം പോലെ ഒരു സംഭവം കൂടി ഇതിനോട് ചേർത്ത് ചിന്തിക്കാനുണ്ട്. ഈ 32-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ അത് കിടക്കുന്നത്. ഈ സംഭവം എല്ലാം കഴിഞ്ഞു, ജനത്തെ എല്ലാം കുറേ എണ്ണത്തിനെ കൊന്നൊടുക്കുകയെല്ലാം കഴിഞ്ഞിട്ട് മോശ അഹ്റോനോട് ചോദിച്ചു, അഹ്റോനെ, ഈ ജനം ഇത്രയും നശിച്ചു പോകത്തക്ക രീതിയിൽ എന്താ അവർ ചെയ്തത്?
ന്യായമായിട്ടും മോശെ അന്വേഷിക്കുക, എന്താ പറ്റിയത് ഇവിടെ? ശാന്തനായി കഴിഞ്ഞുടനെ അഹറോൻ കൊടുത്ത മറുപടി പറഞ്ഞു, കടന്ന കൈയായിട്ട്. അഹറോൻ പറഞ്ഞെന്താന്നറിയാം? നല്ല, ഞാൻ സമയങ്ങളോട് വായിക്കുന്നില്ലെന്നേ ഉള്ളൂ, അവിടെ എഴുതിയിട്ടുണ്ട്. അഹറോൻ മോശയോട് പറയുകയാണ്. അതിന് അഹറോൻ മോശയോട്, യജമാനനെ, ഈ ജനം വഷളത്വം പ്രവർത്തിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. മുൻകൂർ ജാമ്യം എടുത്തു സകല കുഴപ്പവും ജനത്തിൻ്റെ മേലെ കെട്ടിവെച്ചു. അടുത്ത വരി, ഞങ്ങളെ കൊണ്ടുവന്ന പുരുഷനായ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൊള്ളാം. അതുകൊണ്ട് നീ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം എന്ന് അവർ എന്നോട് പറഞ്ഞു. അതും ശരിയാണ് അല്ലേ? ഇസ്രായേൽക്കാർ പറഞ്ഞതുപോലെ പറഞ്ഞു. അടുത്തത്, അവർ കുറെ പൊന്ന് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. ഞാൻ ആ പൊന്നെല്ലാം കൂടെ തീയിലിട്ടു, ഒരു കാളക്കുട്ടി പൊങ്ങി വന്നു. കണ്ടോ? ടെസ്റ്റ് ചെയ്തത് കണ്ടോ? അത് തന്നെ എഴുതിയിരിക്കുന്ന എല്ലാവരും വായിച്ചു. രണ്ട് വാക്യങ്ങൾ. അവർ അതെന്റെ പക്കൽ തന്നു, ഞാനത് തീയിലിട്ടു, ഈ കാളക്കുട്ടി പുറത്തു വന്നു. കണ്ടോ? അവരെന്റെ പക്കൽ ഈ സ്വർണ്ണമെല്ലാം കൂടെ തന്നു, ഞാനത് തീയിലിട്ടു, ഈ കാളക്കുട്ടി പുറത്തു വന്നു. എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും? അവരാ കാളക്കുട്ടിയെ തോളിലേറ്റി. ഇതാണോ നടന്നത്? നാലാമത്തെ വാക്യം കിട്ടുന്നു, വായിച്ചേ. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. കണ്ടോ? അത് സ്വർണമെല്ലാം വാങ്ങിച്ച് അത് തീയിലിട്ട് പഴുപ്പിച്ച് തട്ടാൻ ചെയ്യുന്ന പണിയെല്ലാം ചെയ്ത് ഒരു ഒന്നാന്തരം സ്വർണ്ണക്കുട്ടിയെ ഉണ്ടാക്കി ഇവരുടെ കയ്യിലോട് കൊടുത്ത പുള്ളി ഇപ്പൊ പറയുകയാണ്, ഇതെല്ലാം കൂടെ ഞാൻ തീയിലിട്ട് ഒരു കാളക്കുട്ടി പൊങ്ങി വന്നു, എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെ മെത്രാന്മാരും അച്ഛന്മാരുടെ ഒരു പരിപാടിയായി. കുഴപ്പമുണ്ടായി, ഞങ്ങൾ കൈ കഴുകും കേട്ടോ. ഞാനും കഴുകും, സജിയച്ഛനും കഴുകും, ചെറിയച്ഛനും കഴുകും, ഞങ്ങളെല്ലാം കൈ കഴുകും. ശിക്ഷ വിശ്വാസിക്കുള്ളൂ. മെത്രാൻ വെച്ചതൊന്നും അധികം കിട്ടത്തില്ല, കുറച്ച് ശിക്ഷയെ കിട്ടും. വെറുതെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അഹറോൻ ചെയ്തൊരു പണിയായത്. എന്ത് ഭംഗിയായിട്ടാണ് ടെസ്റ്റ് ചെയ്തത് കാര്യങ്ങൾ. സത്യത്തിൽ ഇത് ആത്മീയതയിലെ മറ്റൊരു വൈകല്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ചീപ്പ് പോപ്പുലാരിറ്റി. വളരെ വില കുറഞ്ഞ പ്രശസ്തി നേടാൻ ഏറ്റവും നല്ല ആയുധം എന്താണെന്നറിയാമോ? ഏറ്റവും നല്ല ആയുധം ആത്മീയതയിലെ സൂത്രങ്ങളാണ്. ഇപ്പൊ ഇത്രയും പേര് 10-50 പേരിന്ന് വന്നിട്ടുണ്ട്. ഈ സജീവച്ച വിചാരിച്ചാൽ ഓരോ സന്ധ്യ നമുക്ക് ബുധനാഴ്ച പ്രാർത്ഥനയ്ക്ക് ഒരു 150 പേരെ ഈ പള്ളിയിൽ മിനിമം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ചെറിയ ചില ടെക്നിക്ക് അച്ഛൻ എടുത്താൽ മതി. ഒന്ന്, ഒരച്ഛൻ്റെ രോഗശാന്തി വരവുണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് വലിയ പാടൊന്നുമില്ല. സജീവിച്ചൻ അതിനൊക്കെ കഴിവുള്ള ആളാണ്. വരുന്നവരുടെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു, ആ കൂട്ടത്തിൽ ഒരുത്തനെ പിടിച്ചു തള്ളിയിട്ടാൽ കാര്യം രക്ഷപ്പെട്ടു. പിന്നെ അതിൻ്റെ കൂടെ നല്ലപോലെ പ്രാർത്ഥിക്കാനും പാടാൻ കഴിയുള്ള ഒരു അച്ഛന് ആത്മാവിൽ ഉണർന്ന് 2 കൈയടിച്ചൊക്കെ പാട്ട് പാടി ഒക്കെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഹെൽമസ് സെന്റ് ഗ്രിഗോറിയോസോ അല്ല, വെല്ലുട്ടുകാരെ ഇവിടെ വരുന്നത്. ഇവിടെ അച്ഛന് ഭയങ്കര നൽവരമുള്ള ആളാണ്. ഇതെല്ലാം മതങ്ങളിൽ നടക്കുന്ന പണി ഇത്. ആത്മീയത ഏറ്റവും വേഗം പോപ്പുലർ ആകാനുള്ള മാർഗം മന്ത്രമല്ല, രാഷ്ട്രീയമല്ല, മറ്റിതിനേക്കാൾ ഏറ്റവും നല്ല ആയുധം സ്പിരിച്വാലിറ്റി. അപ്പോൾ ആത്മീയതയിലൊരു വൈകൃതമാണ്. വില കുറഞ്ഞ പ്രശസ്തി ആഗ്രഹിച്ച് ആത്മീയ നേതാക്കൾ എപ്പോൾ പ്രവർത്തിക്കുന്നു അവിടെ ജനം തകരും. ഈ അഹറോൻ ഒരു വാക്കരുത്, നിങ്ങളിങ്ങനെ പറയരുത്. പോട്ടോ, നിങ്ങൾക്ക് തന്നെ എങ്ങനെയുള്ള അച്ഛന്മാരെ ഇഷ്ടം? വല്ല ഇച്ചിരി കട്ടിയോടെ കർക്കശമായി പറയുന്ന അച്ഛന്മാരോട് ആദ്യമൊക്കെ ഇഷ്ടമായിരിക്കും, പിന്നെ പറഞ്ഞു ഇങ്ങനെ തുറന്നാൽ എപ്പോഴും കുറ്റപ്പെടുത്തല. അച്ഛൻ എത്ര ശക്തമായിട്ട് ഓർത്തഡോക്സി പറഞ്ഞാലും ഇഷ്ടപ്പെടും. വളരെ പോളിഷ്ഡായിട്ട് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ എങ്ങും തൊടാതെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മിടുക്കനാ. കൊച്ചച്ഛനാണെങ്കിലും അത് മിടുക്കനാന്ന് പറയും. ഇച്ചിരി പൈതൃകത്തിലും ആ ട്രഡീഷനൊക്കെ കീപ്പ് ചെയ്യണം, സഭയുടെ കൽപ്പനകൾ പാലിക്കണം എന്ന് നിർബന്ധിക്കുന്ന വൈദികരോട് നമ്മുടെ ജനത്തിന് ഇഷ്ടമൊന്നുമല്ല. നമ്മുടെ എല്ലാ സ്ഥിതി ഇതാ. ഞാനിതൊരു ആരെയും കുറ്റപ്പെടുത്തിയ പ്രതിസ്ഥാനം നമ്മുടെ എല്ലാം കളക്റ്റീവായിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ കടന്നുകൂടിയിരിക്കുന്ന ചില വികലതകളായതൊക്കെ. അപ്പോൾ വേഗത്തിൽ പ്രശസ്തനാകാനായിട്ട് സാധിക്കുന്ന നല്ല ആയുധം ആത്മീയതയാണ്. അല്പം ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി കാര്യങ്ങൾ. അഹറോൻ ചെയ്ത് കണ്ടോ? അതുകൊണ്ട് എന്തായി? ഒന്നോർത്ത് നോക്കിക്കേ, അഹറോൻ എത്ര കയ്യടി കിട്ടിക്കാണും. ഈ കാളക്കുട്ടി കൊടുത്തുടനെ
വേണേ അവരുടെ കൈ മുത്തി കാണും, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കാണും. മോശയാണെങ്കിലോ മോശയാണ് യവന്മാരെ ചേർക്കും, ഇടയ്ക്ക് ശാസിക്കും, വഴക്ക് പറയും. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇപ്പോഴും ഈ ജനത്തിന് വേണ്ടി നിലവിളിക്കുന്ന മനുഷ്യനുമായിരുന്നു. സത്യം പറഞ്ഞാൽ യേശുമ്പുരാനെ വേദം നമ്മൾ പഴയ നിയമം പുതിയ നിയമം ഒക്കെ എടുത്താൽ യേശുക്രിസ്തു എന്ന വ്യക്തിയെ മാറ്റി നിർത്തിയാൽ മോശയെ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളെ കാണാൻ പറ്റില്ല. ഇത്രയും ശക്തനാണ്. അപ്പോൾ സന്ദർഭം വന്നപ്പോൾ ജനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി സ്വയം കൈ കഴുകി ഈ അഹറോൻ രക്ഷപ്പെടുകയാണ്. എന്തുകൊണ്ട്? വളരെ വില കുറഞ്ഞ പ്രശസ്തി, ജനത്തിൻ്റെ കയ്യടി അദ്ദേഹം ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്തുകയാണ്. ഈ 3 വൈകൃതങ്ങൾ അതാണ് സത്യത്തിൽ ഇത്രയും വലിയ കടുത്ത ശിക്ഷ ഇസ്രായേൽക്കാർക്ക് നേരിടേണ്ട രീതിയിൽ സംഭവങ്ങളെ കൊണ്ടെത്തിച്ചത്. ആദ്യത്തേത് വ്യക്തി കേന്ദ്രീകൃതമായ ആത്മീയത, രണ്ടാമത്തേത് കൺസ്യൂമർ ഓറിയന്റഡ് സ്പിരിച്വാലിറ്റി, മൂന്നാമത്തേത് ചീപ്പ് പോപ്പുലാരിറ്റി ബിഹൈൻഡ് സ്പിരിച്വൽ എൻക്വയറി. വില കുറഞ്ഞ പ്രശസ്തി ആഗ്രഹിച്ചു, ആത്മീയതയെ പ്രശസ്തിക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇത് 3 ഒരു സമൂഹത്തിൻ്റെ നാശത്തിന് കാരണമായി. അതുകൊണ്ട് മോശ പറഞ്ഞു, ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതികാരം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത്. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്വയം പരിശോധിക്കാൻ, ആത്മീയതയുടെ അർത്ഥവും ആഴവും എന്തെന്നും എന്തിനായി ദൈവത്തെ ആരാധിക്കുന്നു എന്നും സ്വയം ചോദിക്കാനായിട്ട് നമുക്കിടയാവട്ടെ. സർവശക്തൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.